നമസ്കാരം. സംസ്ഥാനത്ത് SSLC പരീക്ഷ നടത്തുന്ന കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷന്റെ പേരിൽ കോഴ്സുകൾ നടത്തി സർട്ടിഫിക്കറ്റ് വിതരണവുമായി 2017 മുതൽ ഓൺലൈനിൽ തുടരുകയാണ് വ്യാജ വെബ്സൈറ്റ്. നേരത്തെ MVDയുടെ പേരിലും ഡിജിറ്റൽ പണമിടപാടിന്റെ പേരിലും രൂപപ്പെട്ടിരുന്ന കോപ്പി കാറ്റ് വെബ്സൈറ്റുകൾ ഉന്നം വയ്ക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വെളിച്ചമേകുന്ന വിദ്യാഭ്യാസ മേഖലയാണ്. എന്താണ് ഇതിന് പിന്നിലെ ലക്ഷ്യം? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വിഷയം. കേരള ബോർഡ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് തിരഞ്ഞാൽ ആദ്യമെത്തുക വ്യാജ വെബ്സൈറ്റുകളിലേക്കാകും. ഇതിൽ കോണ്ടാക്ട് അസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്തിപ്പെടുന്നത് ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ്. ഇതിലേക്ക് സന്ദേശം അയക്കുന്നവരെ കേരള സർക്കാരിൻ്റെ കോഴ്സാണെന്ന തെറ്റിദ്ധാരണയിലൂടെ പണം ഈടാക്കുകയും കോഴ്സിൽ ചേർക്കുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നു. വെബ്സൈറ്റിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചിത്രവും പേരും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് കോഴ്സുകൾ നടത്തുന്ന തട്ടിപ്പ് സംഘം SSLC ബോർഡിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് കഴിഞ്ഞ 8 വർഷത്തോളമായി പ്രവർത്തിച്ചു വരികയാണ്. തട്ടിപ്പ് കണ്ടെത്തി 4 വർഷമായി വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയിട്ടും ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി ഇതുവരെ എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം വെബ്സൈറ്റിൽ നിന്ന് വീണ്ടും വ്യാജ സന്ദേശം എത്തിയതോടെ വെബ്സൈറ്റ് നിർത്തലാക്കാൻ ഡൊമൈൻ രജിസ്ട്രേഷൻ കമ്പനിയായ ഗോഡാഡിയെ സമീപിച്ചിരിക്കുകയാണ് പോലീസ്. SSLC കൂടാതെ +2 പരീക്ഷയിൽ നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകൾ ഒറിജിനലിനോട് തോന്നിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. UPയിൽ നിന്നും വിതരണം ചെയ്ത വ്യാജ +2 സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് UPയിൽ ഉദ്യോഗാർത്ഥികൾ സർക്കാർ ജോലിക്കായി ഹാജരാകുമ്പോൾ കഴിഞ്ഞ 2 മാസം മുൻപ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിലേക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി എത്തിയിരുന്നു. വെബ്സൈറ്റ് കണ്ട് അപേക്ഷയെല്ലാം നൽകി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പരീക്ഷ എഴുതി പാസ്സായി എന്നാണ് ഉദ്യോഗാർത്ഥികൾ കേരള പരീക്ഷാ ബോർഡിന് നൽകുന്ന മറുപടി. 3 വർഷത്തിനിടെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്കായി ഇപ്രകാരം എത്തുന്നുണ്ടെന്നും ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നൊരു വെബ്സൈറ്റ് ഡൊമൈൻ ഉണ്ടാക്കി സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ലഭിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഉടൻ തയ്യാറാക്കുമെന്നാണ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ മറുപടി. എന്തായാലും ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക. സൈറ്റുകൾ ഒറിജിനൽ തന്നെയല്ലേ എന്ന് വീണ്ടും പരിശോധിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. വിഷ്ണു K, ട്രൂവിഷൻ ന്യൂസ്.